സർക്കിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അഥവാ നമുക്കറിയാം, ഇവിടെ ഞാൻ 6 സർക്കിൾസ് വരച്ചിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇവിടെ ഒരു പോയിന്റ് കിടക്കുന്നുണ്ടല്ലോ നിങ്ങൾ, ഈ പോയിന്റിനാണ് നമ്മൾ സെന്റർ ഓഫ് ദ സർക്കിൾ എന്ന് പറഞ്ഞത്. എന്താ സെന്റർ എന്ന് പറയുന്നത്? നാം സർക്കിൾ വരക്കാൻ ഉപയോഗിക്കുന്ന ആ പോയിന്റ്. നമ്മൾ നോട്ട് ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പോയിന്റ് ഒരിക്കലും സർക്കിളിലെ ഒരു പോയിന്റ് അല്ല. ഇനി നമുക്കറിയാം, ഈ സെന്ററിൽ നിന്ന് നമ്മൾ നേരെ ഒരു ലൈൻ സെഗ്മെന്റ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ ലൈൻ സെഗ്മെന്റിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്ന് പറഞ്ഞു. സോ ഇറ്റ് ഈസ് ദ റേഡിയസ്. ഈ റേഡിയസിനെ നമ്മൾ സാധാരണ ഇതിൽ ഡിനോട്ട് ചെയ്യാറുള്ള ലെറ്റർ R ആണ്. ഇത് നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. ഇനി നോക്കൂ, ഇതാണ് ഈ സർക്കിളിന്റെ സെന്റർ എന്ന് വിചാരിക്കൂ. അപ്പോൾ നമ്മൾ സെന്ററിലൂടെ ഒരു പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലേക്ക് നമ്മൾ വരക്കുന്ന ഈ ലൈൻ സെഗ്മെന്റിനെയാണ് നമ്മൾ ഡയമീറ്റർ എന്ന് പറഞ്ഞത്. ഡയമീറ്റർ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ അടിസ്ഥാനപരമായിട്ട് കാര്യമാണ് പൈ എന്ന് പറയുന്ന നമ്പറിന്റെ ഡെഫിനേഷൻ. പല ആളുകളും പൈ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, സർ പൈ ഈക്വൽ ടു 3.14 ആണ്. ആക്ച്വലി പൈ എന്ന് പറഞ്ഞാൽ 3.14 അല്ല. 3.14 എന്നത് പൈയുടെ ഒരു വാല്യൂ ആണ്. എന്താണ് പൈ എന്ന് ചോദിച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും പറയണം, എന്താണ് പൈ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ ടു ദ ഡയമീറ്റർ. അഥവാ സർക്കംഫറൻസിനെ ഡയമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ പൈ എന്ന് പറഞ്ഞത്. അത് ഏത് സർക്കിൾ ആവട്ടെ, ആ പൈയുടെ വാല്യൂ നമുക്ക് കറക്റ്റ് ആയിരിക്കും എല്ലാ സർക്കിളും. അപ്പൊ എത്ര റേഡിയസ് ആയിക്കോട്ടെ, ഏത് വലിയ സർക്കിൾ, അപ്പൊ ഭൂമിന്റെ വലുപ്പമുള്ള ഒരു സർക്കിൾ നമ്മൾ ഭൂമിയിൽ തന്നെ വലിയൊരു സർക്കിൾ വരച്ചാണ്ട് അതിന്റെ സർക്കംഫറൻസിനെ ഡയമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് എന്താ കിട്ടുക? പൈ ആണ് കിട്ടുക. അപ്പൊ പൈക്ക് 2 വാല്യൂ ആണ്. അപ്രോക്സിമേറ്റ് വാല്യൂ 3.14. അതേപോലെ ഇതിനൊരു ഫ്രാക്ഷണൽ വാല്യൂ ഉണ്ട്. ദാറ്റ് വാല്യൂ ഈസ് 22/7. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്, ഒരു സർക്കിളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് ഡയമീറ്റർ അല്ലാതെ നമ്മൾ ഇങ്ങനെ ഒരു പോയിന്റ് വരക്കണം. ഇപ്പോൾ സപ്പോസ് ദിസ് ഈസ് എ ലൈൻ. ഈ ലൈനിനാണ് നമ്മൾ എന്ത് പറയാ? സെഗ്മെന്റ് എന്ന് പറയാം. സെഗ്മെന്റ്. അതായത് നമ്മൾ വരച്ചു, എന്നതിന് ശേഷം എന്ത് ചെയ്തു? നമ്മൾ ഇതിനെ ഈ പാർട്ടിനെ നമ്മൾ എന്ത് പറയാ? സെഗ്മെന്റ് എന്ന് പറഞ്ഞ സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ. അപ്പൊ ഈ ലൈൻ സെഗ്മെന്റ് വരച്ച് ഇതിനുള്ളിൽ നമ്മൾ ഷെയ്ഡ് ചെയ്താൽ എത്രയും ഭാഗത്തെയാണ് സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ. ഇനി നോക്കുക, സെക്ടർ എന്ന് പറയുന്ന സംഭവമാണ് വേറൊന്ന്. ഈ സെക്ടർ എന്ന് പറയുന്ന സംഭവത്തെ നമുക്ക് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഈ സെന്ററിൽ നിന്ന് ഒരു ലൈൻ സെഗ്മെന്റും അതേപോലെ വേറെ റേഡിയസും ഇതേപോലെ റേഡിയസ് വരച്ചു. അപ്പൊ നമുക്ക് ഇത് സെന്റർ ആണ്. ഈ ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയാ? സെക്ടർ എന്ന് പറഞ്ഞത്. സെക്ടർ ഓഫ് എ സർക്കിൾ. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് കോഡ്. ഒരു സർക്കിളിന്റെ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് വരക്കുന്ന ലൈൻ സെഗ്മെന്റിനെയാണ് നമ്മൾ കോഡ് എന്ന് പറയാം. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം. ഈ ലൈൻ സെഗ്മെന്റിനെയാണ് നമ്മൾ കോഡ് എന്ന് പറഞ്ഞത്. ഈ ലൈൻ സെഗ്മെന്റ് വരച്ച് അതിന്റെ ഉള്ളിൽ ഷെയ്ഡ് ചെയ്താൽ ഇത്രയും ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയാ? സെഗ്മെന്റ് എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കിളിന്റെ ഒരു റീജിയൻ, സർക്കുലർ റീജിയൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് സർക്കിളും അതിന്റെ ഇന്നർ പാർട്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു മൊത്തത്തിൽ ഈ സർക്കിളിന്റെ ഉള്ളിലുള്ള സ്പേസും അതേപോലെ ഈ സർക്കിളും കൂടി ചേർന്നാൽ സർക്കുലർ റീജിയൻ എന്നാണ് നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക.